ഇന്ന് തുടർന്നുള്ള സമയത്തെ ദൈവവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാലും. ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോട് അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. മതി. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാ ഏഴയെന്നെ ബലത്തോടെ നിർത്തിയതാ. നമ്മുടെ സാക്ഷ്യം അതല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സഭയുടെ അനേകം മഹത്വങ്ങളിൽ ഒരു മഹത്വം വളരെ ബ്യൂട്ടിഫുള്ളായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു മ്യൂസിക് ടീം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പ്രിയ ബിനോയ് ബ്രദർ പല പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്ന് ഗാനപരിശീലനം അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ വായിച്ച വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവന്നാട്ട്. ഒരു പക്ഷെങ്കിൽ ദൈവജന പ്രഘോഷണത്തിന് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ എടുക്കാറുള്ളതല്ല. എന്നാൽ നമുക്കിതിൽ നിന്നുമുള്ള ചില ആലോചനകളെ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നൽകി തരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തോട്ട് വരാം. ഒരു ടെററിസ്റ്റ് ആയിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോസ്തലനാകുന്നതിനു മുമ്പ്, ദൈവദാസനാകുന്നതിനു മുമ്പ് പക്ക ടെററിസ്റ്റ് ആയിരുന്നു. ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം തന്നെ പിടിച്ചു. ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. തുടർന്ന് 3 മിഷണറി യാത്രകൾ അദ്ദേഹം ചെയ്തു. ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3ാമത്തെ മിഷണറി യാത്ര അതിൻ്റെ അന്ത്യമായപ്പോൾ കൈസരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ സുവിശേഷകനായ ഫിലിപ്പോസും ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, 7 ഒരുവനായിരുന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഈ പുള്ളി കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് നിന്നതാണ്. എന്ന് വെച്ചാൽ ആ 7 മറ്റൊരുവനാകുന്ന ഫിലിപ്പോസിന്റെ കൂടെ പ്രവർത്തിച്ച സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ പൗലോസ് അന്ന് ആരായിരുന്നു? പക്ക ഒരു ഭീകരവാദിയായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. കൈസരിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷകനായ ഫിലിപ്പോസിന്റെ അരിക്കൽ വന്ന് പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ വെച്ച് സഹോദരന്മാര് പറഞ്ഞു, അതിനു മുമ്പും പറഞ്ഞു, ശ്രദ്ധിച്ചോണം, അതിനു മുമ്പും പറഞ്ഞു, അവിടെ വെച്ചും പറഞ്ഞു. പ്രവാചകനായ അഗബോസ് ജെറുസലേമിൽ നിന്ന് അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു.
അദ്ദേഹവും പറഞ്ഞു, യെരുശലേമിലേക്ക് പോയാൽ വലിയ പീഡനങ്ങൾ ഉണ്ടാകും, യെരുശലേമിലേക്ക് പോയാൽ വലിയ കഷ്ടതകൾ ഉണ്ടാകും. സോ അഗബോസ് പ്രവചിച്ചത് അദ്ദേഹത്തിന്റെ അരക്കച്ച ഒരിടത്ത് കിടപ്പുണ്ടായിരുന്നു. ആ അരക്കച്ച എടുത്തു കൊണ്ടുവന്ന് ചുറ്റി ഇതിന്റെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുമെന്ന് പ്രവചിച്ചു പറഞ്ഞു. എല്ലാവരും കൂടെ കടന്നു വന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, പോകരുതേ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞെന്റെ മനസ്സ് വല്ലാതാക്കരുത്. ബന്ധിക്കപ്പെടുക മാത്രമല്ല, മരിക്കാനും ഞാൻ തയ്യാറാണ്, മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തൊരു സമർപ്പണമല്ലേ, എന്തൊരു സമർപ്പണമാ. ദൈവമക്കളൊന്ന് ചിന്തിച്ചേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പറഞ്ഞ പോലെ തന്നെ ഒത്തു. ജെറുസലേമിലേക്ക് ചെന്നപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ദൈവമക്കൾ സ്വീകരിച്ചു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങൾ പള്ളിയിൽ, അതായത് പള്ളി എന്ന് പറയുമ്പോൾ സിനഗോഗിൽ ചെന്നപ്പോൾ ആസ്യയിൽ നിന്നുണ്ടായിരുന്ന യഹൂദന്മാർ അവിടെ എത്തി. കാര്യം ആസ്യയിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ പ്രോബ്ലംസ് ഉണ്ടാക്കിയതാ. അവര് അവിടെയും എത്തി. നോക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇവിടെ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണ്. വളർച്ചയുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, ഉയർച്ചയുണ്ട് പ്രശ്നമുണ്ട്, ബലമുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. സാത്താൻ നിന്നെ ഉന്നം വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. നമ്മൾ എരന്നു വാങ്ങുന്ന പ്രശ്നത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ദൈവത്താൽ ഒരുക്കപ്പെടുന്ന പ്രോബ്ലംസുകൾ. സ്തോത്രം ചെയ്തേ. ദൈവത്തിന് മഹത്വം. യഹൂദന്മാർ തന്നെ പിടിച്ചു ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാനായി ശ്രമിച്ചപ്പോൾ, കൊണ്ടുപോകുന്ന സമയത്ത് അവര് പറയുന്നൊരു വാക്കുണ്ട്, ഇയാളെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ മാറ്റിക്കളയണമെന്ന്. ആരെയാ? എന്ത് ചെയ്തിട്ടാ? പൗലോസിനെ കുറിച്ച് പറയാണ്, ഇയാളെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ മാറ്റിക്കളയണം. കല്ലെടുത്തെറിയുവാൻ വേണ്ടി ആക്രോശിച്ചു നിൽക്കുന്ന യഹൂദ സംഘം, ന്യായാധിപന്മാരുടെ സംഘം ഒരു ഭാഗത്ത്, ഇവരെല്ലാവരും വലിയ കൂട്ടമായി ആക്രോശിച്ചു നിൽക്കുമ്പോൾ പടിക്കെട്ടിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ആ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ശതാധിപനോട് പറഞ്ഞു, ഒരു വാക്ക് ഈ ജനത്തോട് സംസാരിക്കാൻ ഒരു പെർമിഷൻ തരണം, ഒരു വാക്ക്. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ പെർമിഷൻ കൊടുത്തപ്പോൾ ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പൗലോസ് തന്റെ സാക്ഷ്യം പറഞ്ഞതാണ് 22-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മനസ്സിലായോ? അവിടെ നിന്നുകൊണ്ട്, ആ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ ഉപദ്രവിക്കാൻ വന്നവരോട് തൻ്റെ അനുഭവം മുഴുവനും അവിടെ പറഞ്ഞതാണ് 22-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യമെന്ന് പറയുന്നത്. കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളെ, അദ്ദേഹം പറഞ്ഞ ആ സാക്ഷ്യങ്ങളിലെ ചില വാക്കുകൾ മാത്രമാണ് നമ്മളൊന്ന് എടുക്കുന്നത്. ആമേൻ. ചില വാക്കുകൾ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, 3-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, 3-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ന്യായപ്രമാണ സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന്, കണ്ടോ, ശ്രദ്ധിച്ചോണം, ഇന്ന് ഇരിക്കുന്ന പോലെ
ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ഞാനെന്ന്. അപ്പോ പുരോഹിതന്മാരോടും അവിടെയുള്ള മൂപ്പന്മാരോടും ആരോടാ പറയുന്നേ? അവിടെ മഹാപുരോഹിതനുണ്ട്, പുരോഹിതന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്. ഇവരെല്ലാം കൂടി നിൽക്കുകയാണ്. യഹൂദന്മാരിങ്ങനെ നിൽക്കുകയാണ്. അവരോട് പറയാണ്, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പോലെ ഞാനും ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നെന്ന്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇവരെന്താ ചെയ്യുന്നത്? അദ്ദേഹം എന്താ ചെയ്തത്? പൗലോസ് എന്താ ചെയ്തിരുന്നത്? ഇവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പൗലോസ് അന്ന് ചെയ്തതും ദൈവത്തിൻ്റെ സേവയാണെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ അവരെ ഭരിക്കുന്നത് എന്ന് പൗലോസിന് ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ചും ഉണ്ടായ അനുഭവം മുതൽ ഒരു കാര്യം മനസ്സിലായി: താൻ ചെയ്തത് മുഴുവനും മണ്ടത്തരമാണ്, ദൈവസേവയല്ല. മനസ്സിലാക്കണം, ദൈവസേവയല്ല. ദൈവമക്കളെ, ദൈവം പറഞ്ഞിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. ദൈവം പറയാതെ ഒന്നും ചെയ്യരുത്. നാം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് അവിടുത്തെ ആലോചന. സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ മാസയോഗവും മറ്റുമൊക്കെ നടക്കുമ്പോൾ ചില പുള്ളികൾ കഞ്ഞി വെക്കാനും കറി വെക്കാനും കസേര ഇടാനും എല്ലാ കാര്യത്തിനും ഉണ്ട്. പക്ഷേ യോഗത്തിന് കയറത്തില്ല, അകത്ത് കയറത്തില്ല. പിന്നെ ഓരോ സഭകളുടെ പേര് വിളിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ ഇങ്ങനെ വന്നൊന്ന് തല കാണിച്ചിട്ട് പോകും. ഇവർക്ക് യോഗം വേണ്ട. നിങ്ങളുടെ ഇരിപ്പും ഭാവവും കണ്ട് സന്തോഷമില്ലെന്ന് തോന്നില്ല. അവർക്ക് യോഗം വേണ്ട, ആത്മീയ കൂട്ടായ്മകൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ഇതൊന്നും വേണ്ട. അവര് ചിന്തിക്കുന്നത് ഞാനതാണ്ട് വലിയ കാര്യം ചെയ്തെന്നുള്ളതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാനതാണ്ട് വലിയ കാര്യം ചെയ്തുവെന്നുള്ള ആ തൃപ്തിയോടെ ജീവിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഒത്തിരി എക്സാമ്പിളുകൾ വചനത്തിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം മാത്രം ഓർപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു അതിനെ നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. പിടികിട്ടിയോ? മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ദൈവസേവയെന്നുള്ളതാണ്. ഇവിടെ കസേര ഇടുന്ന നല്ലതാണ്, തൂത്തുവാരുന്ന നല്ലതാണ്, നിങ്ങൾക്കുള്ള വാഹനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കുന്ന നല്ലതാണ്, ദശാംശവും സ്തോത്രകാഴ്ചയൊക്കെ കൊടുക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾക്കുള്ളത് കൊണ്ടും ഒക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് നല്ലതാണ്. പക്ഷേ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? കൂട്ടായ്മ നടക്കുമ്പോൾ അതുവഴി ഇതുവഴി നടക്കുകയാണോ വേണ്ടത്? ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ മറ്റൊരു പ്രോഗ്രാം ഉണ്ടാക്കി പോവുകയല്ല, അവിടെ വന്നിരിക്കണം. ദൈവത്തിന് ഇടപെടാനുണ്ട്, ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അവിടെയാണ് നിനക്ക് വിടുതൽ ഉണ്ടാകുന്നത്. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് സഭയ്ക്കകത്ത. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനൊന്നും ദൈവത്തിന്റെ സഭയ്ക്കകത്ത് പ്രമാണമില്ല കേട്ടോ. അങ്ങനെയുള്ള ഇടത്തിന്റെ പേര് സഭയെന്നല്ല. ദൈവത്തിന് മഹത്വം. ഈ ബാലശിക്ഷ എന്നൊക്കെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നില്ലേ? ബാലശിക്ഷ എന്ന് പറഞ്ഞ എന്താ? അവിടെ കൊടുത്തിരിക്കുന്നത് ഡിസിപ്ലിൻ എന്നാ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ളവരായി ജീവിക്കണം. ആത്മീയ അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ് സഭയ്ക്കകത്തൊരു കൂട്ടായ്മ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വില കൊടുത്തും വന്ന് അറ്റൻഡ് ചെയ്യണം.
പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കണം. ഇത്രയും വലിയ പ്രതികൂലം ഉണ്ടായിട്ട് ഇന്ന് ഇത്രയും പേര് വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകാനുള്ളവരല്ലേ. ഇനിയിപ്പോ ബോംബ് വീണിട്ടാണെങ്കിൽ പോയാൽ നമുക്ക് അവിടെ എത്താമല്ലോ. സന്തോഷമില്ലെന്ന് തോന്നില്ലോ. കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സൂമിലായിരുന്നു. ഇന്ന് ഞങ്ങൾ സൂമിൽ കയറാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരാധന നടത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ഇല്ലേ? കർത്താവിനെ വാഴ്ത്തുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ദൈവസേവയാണെന്ന് പറഞ്ഞ് നമ്മൾ സംതൃപ്തിപ്പെടരുത്. പരമപ്രധാനമായ കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കരുത്. മനസ്സിലായെന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി 7-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്ന് 7-ാം വാക്യം, ഇതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിലത്ത് വീണു, ശൗലേ ശൗലേ. ഞാൻ നിലത്തു വീണു. ആര് പറയാണ്? പൗലോസിന്റെ അനുഭവമാണ്. ഞാൻ നിലത്തു വീണു എന്ന് വെച്ചാൽ ദമസ്കസിലുള്ള ദൈവത്തിന്റെ മക്കളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി കൊന്നൊടുക്കേണ്ടതിന് വേണ്ടി അധികാരപത്രവും വാങ്ങിക്കൊണ്ടാണ് പൗലോസ് അവിടേക്ക് ചെന്നത്. പക്ഷെ ഓൺ ദി വേയിൽ അവിടെ സംഭവിച്ച വിഷയം, തന്നെ നിലത്ത് ദൈവം വീഴ്ത്തി എന്നല്ലേ പറയണ്ടേ? ആരെ വീഴ്ത്തി? ശൗലിനെ നിലത്തു വീഴ്ത്തി. അപ്പൊ നമുക്കിവിടെ ഒരു ആലോചനയുണ്ട്. എന്താണെന്നറിയാമോ? പൗലോസ് പറയുകയാണ്, ഞാൻ തൻ്റെ ജനത്തെ തൊടുന്നതിനു മുമ്പ് ദൈവം എന്നെ തൊട്ടെന്ന്. ഇന്ന് പകൽ വിശ്വസിക്കുന്നോ? നമ്മളാരെയും തൊടേണ്ട ആവശ്യമില്ല. തൊടാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. നിന്നെ തൊടുന്നതിനു മുമ്പ് നിന്നെ തൊടാൻ വേണ്ടി ഉന്നം വെച്ചിരിക്കുന്ന വ്യക്തിയെ തൊടുന്ന ഒരു ദൈവം. നമ്മൾ ആരെയും തൊടാൻ പോകേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തെ തൊടാൻ വേണ്ടി ചെല്ലുന്നതിനു മുമ്പ് തൊടാൻ ചെന്ന വ്യക്തിയെ തൊട്ട ദൈവം. ഈ പകലൊന്ന് വിശ്വസിച്ചേ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു പ്രോമിസ് കിടപ്പുണ്ട്. നിനക്കെതിരെ ദുഷ്ടപിശാച് ഉണ്ടാക്കുന്ന ഒരായുധങ്ങളും ഫലിക്കത്തില്ല. ആകയാൽ എന്തു പറയണ്ടു? ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആ വാക്യം ഒന്ന് ഉറക്കെ പറഞ്ഞേ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. ബാക്കി പറ, എന്നോട് അടുക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. നാം അറിയാതെ നമുക്ക് വേണ്ടി പലരും ഉന്നം വെച്ചുകൊണ്ട് വരുന്നുണ്ടാകും. എന്നാൽ ദിവസത്തിനുള്ളിൽ ഇടയ്ക്ക് വെച്ച് തകർത്ത് കളയുന്ന ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. എല്ലാ പതിയിരിപ്പുകളെയും കുടിയിരിപ്പുകളെയും ശാസിച്ചമർച്ച ചെയ്യുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിന്നിലും നിന്റെ കുടുംബത്തിലും വെളിപ്പെട്ടു വരട്ടെ. ദൈവം തൊടുവന്ന ദൈവമക്കളെ, ഇവിടെ അനന്യാസ് എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ പൗലോസ് അടുത്ത അധ്യായത്തിൽ, അത് വായിക്കണമെന്നില്ല, 23-1 അനന്യാസ് എന്ന് പറയുന്ന മഹാപുരോഹിതന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോ അവിടെ വെച്ച് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇന്നേ ദിവസം വരെ, അറിയാവുന്നവർ പറഞ്ഞേ, നല്ല മനസാക്ഷിയോടെ ദൈവത്തിന്റെ മുമ്പിൽ നടന്നു. ഇത് കേട്ടപ്പോ അനന്യാസ് പറയുകയാണ്, അവന്റെ വായിക്കിട്ടൊരെണ്ണം കൊടുക്കാൻ. ആരുടെയാ? പൗലോസിന്റെ വായിക്കിട്ട് അടിക്കാൻ അദ്ദേഹം പറയുക. ഉടനെ പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ദൈവം നിന്നെ അടിക്കും. ദൈവം നിന്നെ അടിക്കുമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ആരെ അടിക്കണ്ട, അടിക്കാൻ അധികാരമുള്ളവനുണ്ട്.
ദൈവം ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ദൈവം എങ്ങനെ അടിക്കുന്നേ? ദൈവം വ്യത്യസ്ത നിലയിൽ അടിക്കും. നമ്മൾ അടിക്കുന്ന പോലെയല്ല. ചൂരവടി കൊണ്ടും പുളിവാറ് കൊണ്ടും അടിക്കുന്ന കാര്യമല്ല. അവൻ അടിച്ചാൽ അടിച്ചതാ. വ്യത്യസ്ത നിലയിൽ അടിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ എഫക്റ്റുകൾ വേറെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകത്തിൽ തന്നെ 12-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. എല്ലാവരും പ്രാർത്ഥിച്ചേ. വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുക. പിറ്റേ ദിവസം ജനത്തിന്റെ മുമ്പാകെ കൊണ്ട് നിർത്താൻ വേണ്ടി ഭാവിക്കുന്ന ഒരു ഹെരോദാവിനെ നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ അതിന്റെ അവസാന ഭാഗം വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ആ ഹെരോദാവിനെ പുഴുവിന് ഇരയാക്കിയ ദൈവത്തിന്റെ അടികൊണ്ട് പുഴുവിന് ഇരയാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ നിന്റെ അവസാനം കാണിക്കുമെന്ന് പറഞ്ഞവന്റെ അവസാനമാണ് അതിന്റെ അവസാനം കാണാൻ കഴിയുന്നത്. The same God is alive today. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ അവസാനം കാണുമെന്ന്, എന്റെ അവസാനം കാണിക്കുമെന്ന്, നിങ്ങളുടെ അവസാനം കാണിക്കുമെന്ന്, ഇടയ്ക്ക് വെച്ച് തകർത്ത് കളയുമെന്ന് പിശാച് ഉന്നം വെച്ച് നിന്നെ കൊണ്ട് പറഞ്ഞെങ്കിൽ അവന്റെ അവസാനം കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ വായിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആരെ അടിച്ചു? ഹെരോദാവിനെ അടിച്ചു. ദൈവം ഹെരോദാവിനെ അടിച്ചപ്പോൾ സാധാരണ മരിച്ചതിന് ശേഷമാണ് പുഴു ദേഹത്ത് വരുന്നേ. എന്നാൽ ഈ പുള്ളിയുടെ ദേഹത്ത് ജീവിച്ചിരിക്കുമ്പോഴേ പുഴു ദൈവം അയച്ചു. എന്നിട്ട് പുഴു വരിച്ചരിച്ചരിച്ചരിച്ചു മരിച്ചു. അത് ദൈവത്തിന്റെ അടിയാ. ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ അടിയാ. ഇവിടെ ഇരിക്കുന്ന ആരും ദൈവത്തിന്റെ അടി കൊള്ളരുത്. ദൈവത്തിന്റെ സഭയിൽ ദൈവഭയം ഉണ്ടാകട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്താം. താങ്ക് യു ജീസസ്. അപ്പോ നമ്മൾ വായിച്ചത് 7-ാം വാക്യമായിരുന്നു. ആമേൻ. ദൈവജനത്തെ തൊടുന്നതിന് മുമ്പ് തൊടാൻ പുറപ്പെട്ടവനെ ദൈവം തൊട്ടു. നിങ്ങൾക്കും എനിക്കും വിരോധമായ ആരെങ്കിലും തൊടാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചേ, നമ്മളത് കാണുന്നില്ല, അറിയുന്നില്ല. പക്ഷെ കർത്താവ് അവനെ തൊട്ടോളും. കർത്താവ് അവരെ തൊട്ടോളും. അത് അടുക്കൽ വരാൻ നിന്നെ ഏശാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എനിക്കൊരു അഗ്നിമതിൽ തീർക്കുന്ന എൻ്റെ ദൈവം യഹോവ എനിക്ക് പട്ടാളമായി ഇറങ്ങുമെന്ന്, എനിക്കവൻ സങ്കേതമായി കോട്ടയായിട്ടുണ്ടെന്ന്, എന്നെ തൊടാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ലെന്ന്, എൻ്റെ ദൈവം എനിക്ക് ഒരുക്കുന്ന സങ്കേതം വലിയതാണെന്ന്. താങ്ക് യു ജീസസ്. ഇനി 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, തന്റെ അനുഭവം പറയാണ്. ഞാൻ എന്ത് ചെയ്യണം? ആ വാക്യം കണ്ടോ? കർത്താവേ, ഒന്ന് വായിച്ചേ. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്. സത്യത്തിൽ ഈ ഒരു ചോദ്യമാണ് അന്നും ഇന്നും എന്നും ദൈവം നമ്മളിൽ നിന്ന് പോലും പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒരു വലിയ ഓപ്പറേഷൻ ദമസ്കസ് എന്ന് വേണേ വിളിക്കാം, അല്ലേ? പോകുമ്പോഴാ ഇടയ്ക്ക് വെച്ച് തമ്പുരാൻ തല്ലി താഴെ ഇട്ടിട്ട് താഴെ നിസ്സഹായനായി കിടന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഐ വാണ്ട് ടു ഡു ലോർഡ്. ഞാൻ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പിടിയെല്ലാം വിട്ടു. കംപ്ലീറ്റ് പിടി വിട്ടു. എല്ലാ പിടിവള്ളിയും വിട്ടിട്ട് താൻ ചോദിക്കുക, ഇനി എന്നാ ചെയ്യണം? പറ, ഇനി എന്നാ ചെയ്യണം? ഇതാണ് സമർപ്പണം. ഞാനൊരു കാര്യം പറയാം. അത് അസ്തമിക്കുന്ന സ്ഥലമല്ല, ആരംഭിക്കുന്ന ഇടമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ഥലം അസ്തമിക്കുന്നതല്ല, ആരംഭിക്കുന്നതാണ്. ഞാൻ ഇനി എന്നാ ചെയ്യണം? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. ഐ സറണ്ടർ ഓൾ. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറയുമോ? ദൈവത്തിന് സ്തോത്രം. ഇനി എന്നാ ചെയ്യണം? അങ്ങ് പറ.
ഈ ചോദ്യം ഈ പുസ്തകത്തിൽ തന്നെ വേറെ രണ്ടിടത്തും കാണുന്നുണ്ട്. 120 പേര് സെഹിയോൻ മാളിക മുറിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. പത്രോസിന്റെ പ്രസംഗം കേട്ട് സറൗണ്ടിങ് ഏരിയയിൽ നിന്നിരുന്ന പുരുഷാരം അവസാനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ രക്ഷപ്പെടാൻ എന്നാ ചെയ്യണം? ആ ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. മുൻവിധികളെല്ലാം മാറ്റിയിട്ട്, എല്ലാം ഞാനെന്ന ഭാവങ്ങൾ മാറ്റിയിട്ട്, എനിക്കെല്ലാം കഴിയൂ അറിയാമെന്നുള്ളതായ ആ അഹന്ത ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട്, ഞാനെന്നുള്ള ഭാവങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ദൈവത്തിന്റെ സന്നദ്ധി താണ് വീണിട്ട് പറ, അപ്പോ ഞാൻ എന്നാ ചെയ്യണം അങ്ങൊന്ന് പറ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. നിന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നീ ചെയ്തിടത്തെല്ലാം പരാജയപ്പെട്ടില്ലേ? നീ പോയിടത്തും കണ്ടിടത്തെല്ലാം പരാജയപ്പെട്ടില്ലേ? നിന്റെ കൊണ്ട് കഴിയാവുന്നതിനപ്പുറം നീ ചെയ്തു നോക്കി പരാജയപ്പെട്ടില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ വിളിച്ചു പറ, ഞാൻ എന്നാ ചെയ്യണം പറ. തമ്പുരാൻ നിന്റെ കാര്യം ഏറ്റെടുക്കും. സ്വർഗം നിന്റെ കാര്യം ഏറ്റെടുക്കും. സ്വർഗം നിനക്ക് വേണ്ടി ആരംഭിക്കും. അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഞാൻ പ്രവചനാത്മാവിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ സറണ്ടർ ചെയ്യുന്നെങ്കിൽ, നിന്റെ കഴിവിൽ ആശ്രയിക്കാതെ, ബുദ്ധിയിൽ ആശ്രയിക്കാതെ, പണത്തിൽ ആശ്രയിക്കാതെ, സ്വാധീനത്തിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ, നിന്റെ പാരമ്പര്യത്തിൽ ആശ്രയിക്കാതെ, കുടുംബത്തിൽ ആശ്രയിക്കാതെ, നിന്റെ അപ്പനിലും അമ്മയിലും ആശ്രയിക്കാതെ, സഹോദരങ്ങളിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ട് ഇപ്രകാരം പറ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന്റെ പൈതലെ സ്വർഗം തുറക്കാതിരിക്കത്തില്ല, സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്വർഗം ഇറങ്ങി വരിക മാത്രമല്ല, നിനക്ക് വേണ്ടി ഒരു പുതിയ ആരംഭം. പുതിയതൊന്ന് ചെയ്യുമെന്ന്, പുതിയതൊന്ന് ചെയ്യുമെന്ന്, പുതിയതൊന്ന് ചെയ്യുമെന്ന്, പുതിയത് ആരംഭിക്കുമെന്ന്. ഇത് തന്നെ ആ സറൗണ്ടിങ് ഏരിയയിൽ കൂടി ഇരുന്ന ആൾക്കാരും ചോദിച്ചത്. എല്ലാവരും ചോദിച്ചില്ല, ചോദിച്ചവർക്കൊക്കെ രക്ഷയായി. സ്തോത്രം അല്ലേ? മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട്. ആരായിരിക്കും? കാരാഗ്രഹ പ്രമാണി. ഞാൻ ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ദൂതൻ എന്നറിയാമോ? മുറിക്കുന്നവനെ കൊണ്ട് മുറിവ് കെട്ടിക്കുന്നവനാ നമ്മുടെ ദൈവം. പറഞ്ഞ മനസ്സിലായോ? പൗലോസിന്റെ ദേഹത്തെല്ലാം മുറിവുണ്ടായി. ആമേ, തന്നെ പിടിച്ച് തൻ്റെ പെടലിക്ക് പിടിച്ച് തന്നെ അകത്തിട്ട് പൗലോസിനെ ശീലാസിനെയും ആമത്തിലിട്ട് പൂട്ടി ഉള്ളിലും പുറത്തും മുറിവുകൾ സൃഷ്ടിച്ച ഈ മനുഷ്യൻ കൊണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ആ മുറിവുകളെ കെട്ടി. ആ മനുഷ്യനെ കൊണ്ട് തന്നെ മുറിവുകൾ കെട്ടി കഴുകി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ? എത്ര ക്രൂരനായാലും, എത്ര പിടികിട്ടാപ്പുള്ളി ആയാലും ഈ പന്തിയിൽ ഇരുത്താൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വീട്ടിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ആ വ്യക്തി ഇപ്പോഴും ലാസറിനെ പോലെ കല്ലറയ്ക്കകത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവത്തിന്റെ പൈതലെ, താമസിക്കാതെ ഈ ആത്മീയ പന്തിയിൽ നിന്നോടുകൂടെ കൊണ്ടുവന്നിരുത്താൻ ഈ കർത്താവ് മതിയായവനാണെന്നുള്ളൊരു ദൂത് കൈമാറുമ്പോൾ എത്ര പേർക്ക് അത് വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയും? പ്രതികൂലത്തിന് മുമ്പിൽ പാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസിനും ശീലാസിനും വേണ്ടി ഇറങ്ങി വന്നത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു. അതാ ഫിലിപ്പ്യൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ
ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ആ ഫിലിപ്പിയൻ കാരാഗ്രഹ പ്രമാണി അന്ന് രാത്രിയിൽ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്നാ ചെയ്യണമെന്ന്? ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചോദ്യം ചോദിപ്പിച്ചത് ആരാണ്? ഒരുവന്റെ ഉള്ളിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരുവനെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ, ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ, പ്രസംഗത്തിന്റെ മുഴുപ്പല്ല, അവൻ പോയിന്റ് വെളിപ്പെട്ടത് കൊണ്ടല്ല, അതിനപ്പുറം വ്യാപരിച്ച ദൈവശക്തി ഇന്ന് പകൽക്കാലവും ഈ സഭയിലെ ദൈവത്തിന്റെ മക്കൾ പ്രതീക്ഷിക്കേണ്ടത്, ഈ ആലയത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അത്യന്ത ശക്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, മനോഹരമായ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നല്ല തോട്ട്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നവരാകാതെ, ശുശ്രൂഷയുടെ നടുവിൽ, ആരാധനയുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ, ഗ്ലോറി ടു ദ ലോർഡ്. എന്റെ ആഗ്രഹിത, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം പ്രായമുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവമാണ്. ദൈവത്തിന്റെ വചനം അയച്ച് അവൻ വിടുവിക്കുന്നു. ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുന്നിടത്തെല്ലാം ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടത് എന്താ? ഒന്ന് പറഞ്ഞേ. ദൈവശക്തി വ്യാപരിക്കണം. സൃഷ്ടിക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം. യേശുവിന്റെ നാമത്തിൽ നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ, അടഞ്ഞ അധ്യായങ്ങളെ തുറക്കാൻ, അടഞ്ഞ അധ്യായങ്ങളെ തുറക്കാൻ, പൂട്ടിയ അധ്യായങ്ങളെ തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജീസസ്. അടച്ചു വച്ചിരിക്കുക പുസ്തകം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാനിത് തുറപ്പിക്കും, പുതിയ അധ്യായങ്ങളെ തുറപ്പിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഈ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മുടെ എല്ലാ മറ്റുള്ള ആശ്രയങ്ങൾ വിട്ടിട്ട് കംപ്ലീറ്റ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയണം, അപ്പാ നീ പറ, ഞാൻ എന്നാ ചെയ്യണമെന്ന്. ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ദൈവം ആരംഭിക്കും. എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോട്ടെ. കർത്താവ് ആരംഭിക്കും എന്ന് ഞാൻ എന്നെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിടെ പറയിപ്പിക്കുന്നെങ്കിൽ ദൈവം അത് ചെയ്യും. ദൈവം ആരംഭിക്കും, പുതിയതൊന്ന് ആരംഭിക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. താങ്ക് യു ജീസസ്. ഇനി അല്പസമയം കൂടെ മുമ്പിലുണ്ടല്ലോ. ഇതിന്റെ 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 12ാം വാക്യം, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. കണ്ടോ നിങ്ങള് അവിടെ അനന്യാസിനെ കുറിച്ച് പൗലോസ് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു എങ്കിൽ 9ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ചാപ്റ്റർ 9 അതിന്റെ 9ാം അധ്യായത്തിന്റെ 10-11 ഒന്ന് വായിച്ചേ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. കണ്ടോ വ്യത്യാസം? കണ്ടോ? അപ്പുറത്തെ ന്യായപ്രമാണ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാ പറഞ്ഞത് എങ്കിൽ ഇവിടെ പറയുന്നു അനന്യാസ് എന്ന് പറയുന്ന ഒരു, കേൾക്കുന്നുണ്ടോ, ശിഷ്യൻ എവിടെ ഉണ്ടായിരുന്നു? ദമസ്കസിൽ ഉണ്ടായിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, ശൗലിനെ ഇപ്പോ അവിടെ കൊണ്ടുചെന്നു. എവിടെ? ദമസ്കസിലുള്ള യൂദായുടെ വീട്ടിൽ
ആരെ കൊണ്ടുചെന്നു? ശൗലിനെ കൊണ്ടുചെന്നു. കണ്ണ് കാണത്തില്ല ഇപ്പോ. അവിടെ വെച്ച് ശൗലിനോട് ദൈവം പറഞ്ഞു, അനന്യാസ് എന്ന് പറയുന്ന ഒരാൾ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പൊ നീ വിടുതൽ പ്രാപിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. അറ്റ് ദ സെയിം ടൈം അനന്യാസിനോടും പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കണമെന്ന്. അവിടുന്ന് ഒരു ദൂത് പറയാം. നിന്നോട് ഇടപെട്ട അതേ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭർത്താവിനോട് ഇടപെടും. നിങ്ങളോട് ഇടപെട്ട അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭാര്യയോട് ഇടപെടും, നിങ്ങളുടെ ബോസിനോട് ഇടപെടും. വിശ്വസിക്കാമോ? അയാൾ ആത്മീയനല്ല. അത് കർത്താവ് ചോദിച്ചോ? കർത്താവിന് ആരോട് ഇടപെടാൻ കഴിയുമെന്ന? നിങ്ങളോട് ഇടപെട്ടത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അതേ ആത്മാവ് അപ്പുറത്തും ഇടപെടുവെന്ന്. രക്തത്താൽ ജയമെടുക്കുന്നു. ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ചുവടുവെക്ക്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രയാസപ്പെടുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളെ സംബന്ധിച്ച് സമാധാനം കൊടുക്കാൻ പോവാ. ആ വ്യക്തിയെ എങ്ങനെയാ എൻ്റെ അപ്പച്ച ഇനി അങ്ങോട്ട് പോയി അഭിമുഖീകരിക്കുന്ന കടിച്ചു കയറാൻ വരുന്ന സ്വഭാവമാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ലല്ലോ. ആമൻ. എന്തൊക്കെ ആയിരിക്കും നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളെ സംബന്ധിച്ച് സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ആമൻ, ആ വ്യക്തിയുടെ അനുഭവങ്ങളെ ദൈവം മാറ്റിമറിക്കുമെന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മറിയയോട് ഇടപെട്ട ദൈവത്തിന്റെ ദൂതൻ എവിടെയും പറഞ്ഞു. ജോസഫിനോട് സംസാരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു കാര്യത്തിൽ ബോധ്യത തന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം ഗോഡ് അപ്പുറത്തും ഇടപെടാൻ മതിയായവനാണ്. ജീസസ്. അല്ല, എന്തിനാ ഈ അനന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചേ? പ്രാർത്ഥിച്ചേ. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പോലും സഹായത്തിനില്ലാത്ത ഇടത്ത് നാം ആരും അറിയാത്തവരെ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. കേട്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടേ? താങ്ക് യു ജീസസ്. ആരും അറിയാത്തവരെ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന്. ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അനന്യാസിനെ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, ഇത് അടക്കണമെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന്മേൽ പുരട്ടുവാൻ എന്തു വേണം? ഒന്ന് മിണ്ടിക്ക്. അമ്മ, പെർഫ്യൂം, സുഗന്ധദ്രവ്യങ്ങൾ വേണം അല്ലേ? പക്ഷേ ഇത് ഇന്ന് രാത്രിയിൽ, ഈ രാത്രിയിൽ, ഈ പാതിരാത്രിയിൽ ആര് കരുതുമെന്നുള്ള ചോദ്യം തന്റെ ഹൃദയത്തിൽ ഉയർന്നു നിന്നെങ്കിൽ വെച്ച കാല് പുറകോട്ട് വെക്കാതെ മുന്നോട്ട് വെച്ചതുകൊണ്ട്, അതും ഈ ശരീരത്തിന് വേണ്ടി, ശരീരസഭയാ, ദൈവത്തെ സ്തുതിക്കുന്നു, ശരീരത്തിന് വേണ്ടി വെച്ചപ്പോൾ ആരും അറിയാത്ത ഒരു രഹസ്യ ശിഷ്യനെ അന്ന് രാത്രിയിൽ സ്വർഗം അവിടെ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹത്തെ വെറും കൈയോടെ അല്ല ദൈവം അയച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നീ ആഗ്രഹിക്കുന്ന സാധനം സ്വർഗം കരുതിയിട്ടുണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ അന്ന് രാത്രിയിൽ നിക്കോദിമോസ് എന്ന രഹസ്യ ശിഷ്യനെ എന്തിനു വേണ്ടി? ഈ ശരീരത്തിന്മേൽ പുരട്ടേണ്ടതിന് സ്വർഗം കരുതിയെങ്കിൽ ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് ഞാൻ പറയുന്നു. Thank you, Jesus.
എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 13-ാമത്തെ 9:13 കൂടെ ഒന്ന് വായിച്ച്. 9:13 അതിന് അനന്യാസ് കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവേ, ഈ മനുഷ്യൻ ആരാ? ഒന്ന് പറഞ്ഞേ. ശൗല് വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു. അപ്പൊ എന്നാ കാര്യം? ശൗലിന്റെ അരികെ ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ആരോടാ പറയുന്നേ? അനന്യാസിനോട്. പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാ, ഈ മനുഷ്യൻ വിശുദ്ധന്മാർക്ക് എന്ത് ദോഷം ചെയ്തു. നെക്സ്റ്റ്, ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം. കയ്യിൽ എന്തുണ്ട്? ഇപ്പൊ ദോഷം ചെയ്തു, അധികാരപത്രമുണ്ട്. ഞാൻ നിർത്തുക. ദോഷം ചെയ്തു പറഞ്ഞ് അധികാരപത്രം കയ്യിലുണ്ട്. ഇന്നലകളിലെ കാഴ്ചകളും ശ്രദ്ധിച്ചു, ഇന്നലകളിലെ അനുഭവങ്ങളും ഇതാണ് അനന്യാസിന്റെ മനസ്സിൽ ഭീതി ഉളവാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ, ഇന്നലകളിലെ പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ, ഇന്നലകളിലുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെയാ തൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. എന്നാൽ സ്വർഗം ഇന്ന് വേറൊരത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ഇന്നലകളിലെ കാഴ്ചകളും ഇന്നലകളിലെ കേൾവികളും അനുഭവങ്ങളും ദൈവജനത്തെ പാനിക്കാക്കരുത്, ഭയവിഹുലരാക്കി മാറ്റരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് നിന്നോട് പോകാൻ പറഞ്ഞാൽ നീ ധൈര്യത്തോടെ പൊക്കോ, നീ ചെയ്തോ. ഇന്നലകളിൽ നടന്നതല്ല ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്നത്. ഇന്നലകളിൽ നടന്ന ദുരന്തമല്ല ഇനി കാണാൻ പോകുന്നത്. എങ്ങനെ പോകും പാസ്റ്ററെ? ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പോയപ്പോ നടന്ന അതല്ലേ, ഇന്നലെ പറഞ്ഞപ്പോ സംഭവിച്ച അതല്ലേ ഇനിയും സംഭവിക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്നലകളിൽ നടന്ന ദുരന്തങ്ങളും ഇന്നലത്തെ പരാജയങ്ങളും ഇന്നലത്തെ പ്രശ്നങ്ങളും അല്ല ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്നത്. എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിന്റെ ഭാവി കണ്ടുകൊണ്ട് ഇന്നലെ പരാജയപ്പെട്ടു. ആത്മാവി പ്രാർത്ഥിച്ചേ. ഇത് ഹൃദയത്തിനകത്ത് ഭീതി ഉളവാക്കി മുമ്പോട്ട് പോകാതെ അറച്ചറച്ചു നിൽക്കുന്ന എല്ലാ തലങ്ങളും ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ. എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. മക്കളെ, ഒരു മിനിറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വെളുപ്പാങ്കാലത്ത് കല്ലറയുടെ അരിക്കിലേക്ക് ഓടി വന്ന സഹോദരിമാരെ അറിയാമല്ലോ. ഹലോ, സഹോദരിമാരെ അറിയാമല്ലോ. 6 എനിക്ക് വേണ്ടി പറഞ്ഞേ കല്ലുരുട്ടി മാറ്റുമെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൾറെഡി കർത്താവ് എന്ത് ചെയ്തു ഒന്ന് പറ. ഓൾറെഡി കർത്താവ് കല്ല് അവിടുന്ന് ഉരുട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആരാധനയ്ക്ക് വന്നതേ ഈ ദൂതും കൂടെ കേട്ട് ഒന്ന് ബലപ്പെട്ടു പോകാനാ. ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞേ? കല്ലുരുട്ടി മാറ്റിയിരുന്നു. പക്ഷെ ഇവര് കണ്ടില്ല. കാണാഞ്ഞിട്ട് കാര്യം എന്നാന്നറിയാമോ? ആമേൻ. തലേ ദിവസത്തെ സംഭവങ്ങളല്ലേ അവരുടെ മനസ്സിൽ കിടക്കുക. എന്താ കിടക്കുന്നേ? യേശുവിനെ പിടിക്കുന്നത്, അടിക്കുന്നത്, വിലങ്ങ് വെക്കുന്നത്, ഉപദ്രവിക്കുന്നത്, ശിഷ്യന്മാർ ഓടിപ്പോകുന്നത്, അവസാനം ക്രൂശിക്കുന്നത്, എടുത്തുകൊണ്ട് അടക്കുന്നത്, മുദ്ര വെക്കുന്നത്. ഈ കാഴ്ചകളും ഈ സംഭവങ്ങളും ആ മനസ്സിൽ കിടക്കുന്നത്. ഇതും വെച്ചോണ്ട് കല്ലറയുടെ അരികെ വന്നപ്പോൾ ആ കല്ലറ തുറന്നു കിടപ്പുണ്ടായിരുന്നെങ്കിലും അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, ഇന്നലകളിലെ പരാജയങ്ങളിലേക്ക് നോക്കരുത്.
ഇന്നലകളിലെ ദുരന്തങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. കർത്താവ് പുതിയതൊന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റിനെ എല്ലാവരും കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റിനെ, കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, എല്ലാ നെഗറ്റീവ് ചിന്തകളെ I delete in the name of Jesus of Nazareth. Lo timini amdalara yasi amdalara.